എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിവിടെ പറയുന്നത്. ഏകദേശം 5-6 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. ഇതിൽ ശരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൻ്റെ ഓണറുടെ ഭാര്യയാണ്. അവർക്ക് അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്. എനിക്ക് ആ അമ്മായിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓണർ അങ്കിൾ ഒരു ബിസിനസ്സുകാരനാണ്. ആ പുള്ളി രാവിലെ ബിസിനസ് കാര്യങ്ങൾക്ക് പുറത്തു പോകും. പിന്നെ വരുന്നത് ഏകദേശം പാതിരാത്രി 11 മണിയാവും. ഇവർക്ക് 3 മക്കളാണുള്ളത്. രണ്ട് ചെറുക്കന്മാരാണ്. അവർ 2 പേരും പഠിക്കുകയാണ്. ആൻറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 40-45 വയസ്സുള്ള ഒരു തടിച്ച് സുന്ദരി. കണ്ടാൽ നമ്മുടെ സിനിമാ നടിമാരെ പോലെയൊക്കെ ഇരിക്കും. ബിന്ദു പണിക്കരുടെയോ ഒക്കെ ഒരു ചായ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നല്ല വെളുത്ത നിറമാണ്. ഞങ്ങൾ മുകളിലെ റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ പലപ്പോഴും ആൻറ്റി വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കാണാറും സംസാരിക്കാറുമൊക്കെ ഉണ്ട്. പുള്ളിക്കാരി മുളകും മറ്റ് സാധനങ്ങളും ഉണക്കാൻ ഇടാനായിട്ടാണ് മുകളിൽ വരാറ്. അപ്പോൾ ഞങ്ങൾ അവിടെ താഴെയുള്ള ചാല നോക്കി നിൽക്കാറുണ്ട്. പിന്നെ അവിടുത്തെ വീടിൻ്റെ പല കാര്യങ്ങളും സംസാരിക്കാറുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു എപ്പോഴും. ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിലിരുന്ന് മദ്യലഹരിയിൽ കുടിക്കുകയായിരുന്നു. പുള്ളിക്കാരി എൻ്റെ ഒരു മദ്യപിക്കാനുള്ളൊരു പാർട്ട്ണറായതുകൊണ്ട് ഞങ്ങൾ 2 പേരും പലപ്പോഴും ഇവിടെ വന്ന് കണ്ടുമുട്ടാറുണ്ട്. മദ്യം ഞങ്ങൾക്കൊരു ലഹരി ആയതുകൊണ്ട് ഞങ്ങൾ 2 പേരും അതിനു വേണ്ടിയിട്ട് അവിടെ സമയം കണ്ടെത്താറുണ്ട്. ഒരു വട്ടം അവൾ വന്നപ്പോൾ ജനലും കതവും തുറന്നിട്ട് അറിയാതെ ഞങ്ങൾ മദ്യപിച്ചു. അത് അപ്പുറത്ത് നിന്ന് ആൻറ്റി കണ്ടു. പുള്ളിക്കാരി എന്തോ സാധനം ഉണക്കാൻ കയറി വന്നതാണ്. അപ്പോൾ സൗണ്ട് കേട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു കുടിക്കുന്നു. ഞാൻ പുള്ളിക്കാരി കണ്ടു. അപ്പോഴേക്കും പുള്ളിക്കാരി പെട്ടെന്ന് താഴേക്ക് പോയി. എൻ്റെ ഉള്ളിലൊരു ഭയം. വീട് നമുക്ക് തന്നപ്പോൾ ഇങ്ങനെയൊന്നും പാടില്ല എന്നവർ പ്രത്യേകം പറഞ്ഞതാണ്. ഇനി ഈ വീട് മാറിക്കൊടുക്കേണ്ടി വരുമോ ദൈവമേ എന്നായിരുന്നു ആകെ ടെൻഷൻ. ഞാൻ അതിന് ശേഷം അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം താഴേക്ക് പോയി. ഞാൻ തിരിച്ചു കയറിയപ്പോൾ പുള്ളിക്കാരി താഴെയുണ്ട്. പുള്ളിക്കാരി താഴത്തെ ഫ്ലോറിൽ വാതിൽ തുറന്നിട്ട് ടി വി കാണുകയാണ്. ഞാൻ ഒന്നും അറിയാത്ത പോലെ മുകളിലേക്ക് നടന്നു. റൂമിലെത്തി ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. ആലോചന തുടങ്ങി. പുള്ളിക്കാരി എങ്ങാനും ഇത് ഹസ്ബൻഡിനോട് പറഞ്ഞാൽ ആകെ പ്രശ്നമാകും. ഞങ്ങളെ മദ്യപിച്ചത് കണ്ടത് മറ്റാരെങ്കിലും അറിഞ്ഞാലും കുഴപ്പമാണ്. വീട് എനിക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നാലോ? ആകെ ടെൻഷനായി. പിന്നെ ഞാനൊരു സിഗരറ്റ് കത്തിച്ച് അവിടെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ ബെല്ലടിച്ചു. റൂം കൊട്ടുന്നത് സൗണ്ട് കേട്ടു. ഞാൻ കൊറിയർ എന്തെങ്കിലും ആവുമെന്ന് കരുതിയാണ് ചെന്ന് പതുക്കെ നോക്കിയത്. അപ്പോഴേക്കും താഴത്തെ ആൻറ്റിയാണ്. ഞാൻ എന്ത് ചോദിക്കാനായിരിക്കും ദൈവമേ ഈ വിളിക്കുന്നത് എന്ന് ഓർത്ത് ആകെ ടെൻഷനിലായിരുന്നു. വീട് തരുമ്പോൾ പറഞ്ഞതല്ലേ ഈ വക പരിപാടികളൊന്നും ഇവിടെ പറ്റില്ല എന്ന്. എന്നിട്ട് താൻ എന്ത് തോന്നിവാസമാണ് ഈ ചെയ്യുന്നത്? ഇവിടെ ഞങ്ങൾക്കിതൊന്നും തീരെ പറ്റില്ല. നിങ്ങളോട് ആദ്യമേ ഇതൊക്കെ പറഞ്ഞതല്ലേ. ഞാൻ എന്തായാലും പുള്ളി വരുമ്പോൾ ഇത് പറയും. അങ്ങേര് പറയുന്ന അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. പുള്ളിക്കാരി ആകെ കലിപ്പിലാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ആകെ കൂടെ പേടിയായി. അയ്യോ സോറി, ഇതിനി ഒരിക്കലും ആവർത്തിക്കില്ല. പുള്ളി അറിയാതെ എങ്ങനെയെങ്കിലും നോക്കുക. കാര്യം എന്നെ ഇറക്കി വിടും. എനിക്കിനി ഒരു പുതിയ വീട്ടിലേക്ക് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. വീടൊന്നും കിട്ടാനും വളരെ പ്രയാസമാണെന്ന് അറിയാമല്ലോ ആൻറ്റിക്ക്. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുക. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എനിക്കിതൊന്നും ശരിയായിട്ട് തോന്നുന്നുമില്ല. അതുകൊണ്ട് ഞാനിതെന്തായാലും പറയുമെന്ന് പുള്ളിക്കാരി വീണ്ടും തറപ്പിച്ച് പറഞ്ഞു. പുള്ളിക്കാരി ഞാൻ പറയുന്ന വഴിക്ക് വരുമെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ പുള്ളിക്കാരിയുടെ കാല് പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല, എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരിയുടെ കാല് പിടിച്ചു. ഞാൻ കുനിഞ്ഞു നിന്നു. എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ ഒരു വട്ടം ക്ഷമിച്ചു. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. ഇച്ചിരി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. താഴോട്ട് നടക്കാൻ ഒരുങ്ങി പുള്ളിക്കാരി ഇറങ്ങി. സ്റ്റെപ്പ് എത്തിയപ്പോൾ തിരിഞ്ഞിട്ട് പറഞ്ഞു,
ആ, നിന്നെ ഞാൻ ഇപ്പോൾ സഹായിച്ചെങ്കിൽ നാളെ എനിക്കൊരാവശ്യം ഞാൻ പറയുമ്പോഴും നീയും എന്നെ സഹായിച്ച് ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോയി. ഞാൻ മനസ്സിലോർത്തു, ഈ തള്ളയ്ക്ക് എന്താണ് വേണ്ടത്? ഇവരെന്താണ് ഉദ്ദേശിച്ചത്? കാശെങ്ങാനും ചോദിച്ചാൽ ആകെ ശോകമാവും. എൻ്റെ കയ്യിലെങ്ങും ഒരു 10 പൈസയില്ല. ഞാനെങ്ങനെ ഇവർക്ക് കൊടുക്കും? വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഒരു കൈ നോക്കാം. സമയം ഏകദേശം 12:30 കാണും. ഞാൻ പതുക്കെ കിടക്കാമെന്ന് വിചാരിച്ച് റൂമിലേക്ക് എത്തി. ഒരു സിനിമയിട്ടു. അങ്ങനെ സിനിമയിട്ട് കിടന്ന് കുറച്ച് നേരം ഫോൺ നോക്കി കിടന്ന സമയത്ത് വാട്സപ്പിലൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആൻറ്റിയാണ്. നീ ഫ്രീ ആണോ? ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരിക്ക് ആവശ്യം കൊണ്ട് വന്നു. എന്താണാവോ എന്ന് ഞാൻ മനസ്സിലോർത്തു. അതെ, ഞാൻ ഫ്രീ ആണ്. പുള്ളിക്കാരി അത് കണ്ടിട്ടും റിപ്ലൈ ഒന്നും അയച്ചില്ല. ഞാൻ വീണ്ടും അത് ശ്രദ്ധിക്കാതെ സിനിമയിലേക്ക് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബെൽ റിങ് ചെയ്തു. ഞാൻ എഴുന്നേറ്റ് ചെന്നു. കിടക്കാനുള്ള പുറപ്പാടിലായതുകൊണ്ട് ഞാൻ പെതുക്കെയാണ് ചെന്നത്. വാതിൽ തുറന്നപ്പോൾ അതാ വീണ്ടും ആ ഹൗസ് ഓണർ ആൻറ്റി തന്നെ. ഇതെന്ത് മാറ്റം? പുള്ളിക്കാരി നല്ല ഉറക്കത്തിൻ്റെ ഒരു മടലാണെന്ന് തോന്നുന്നു. ഉറങ്ങാൻ കിടക്കുന്ന വേഷത്തിലാണ് പുള്ളിക്കാരി വന്നിരിക്കുന്നത്. പുള്ളിക്കാരി എന്നെ തള്ളി അകത്തേക്ക് മാറ്റിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഞാൻ സഹായിച്ച പോലെ നീയും എൻ്റെ ആവശ്യം നടത്തി തരണമെന്ന്. ഞാൻ വെറും ഒരു പൊട്ടനെ പോലെ അവിടെ നിന്നു. എന്താണ് ആൻറ്റി? ആൻറ്റിയുടെ ആവശ്യം? എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല എന്ന് ആൻറ്റിക്ക് നന്നായി അറിയാമല്ലോ. ഞാനൊരു പാവപ്പെട്ടവനാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ നീ കേട്ടാൽ മതി എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ചെറിയ ഗൗരവമൊക്കെ ഇട്ടുകൊണ്ട് പറഞ്ഞു, നീ ഓക്കെ അല്ലേ? എനിക്കൊരു ക്ലൂവും കിട്ടാത്ത പോലെ ഒരു മണ്ടനെ പോലെ ഞാൻ അകത്ത് കയറി. പെട്ടെന്ന് പിന്നിൽ നിന്നും ആൻറ്റി വന്ന് പറഞ്ഞു, നീ എന്തിനാണ് പേടിക്കുന്നത്? നീ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതല്ലേ ഞാൻ എന്ത് ചോദിച്ചാലും ചെയ്തു തരാമെന്ന്. അതെ, എന്നെ സഹായിച്ചത് കൊണ്ട് ഞാനപ്പോൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ എന്നെക്കൊണ്ട് ആവാത്തതൊന്നും ചോദിക്കരുത്. എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ആൻറ്റിയുടെ ആഗ്രഹം എന്തായാലും ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ മണി സംബന്ധമായ ആഗ്രഹങ്ങളൊന്നും ചോദിക്കരുത്. അതൊന്നും നിർവഹിച്ചു തരാനുള്ള അവസ്ഥ എനിക്കില്ല എന്ന് പറഞ്ഞു. ഓ, അതൊന്നും അല്ല. നീ ഒന്ന് ഊഹിക്ക്, ഞാൻ എന്തായിരിക്കും ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത്? ഞാനൊന്ന് ആലോചിച്ചു. എന്നിട്ട് ഞാൻ ഒന്നും അറിയാത്ത പോലെ ആൻറ്റിയോട് ചോദിച്ചു, മനസ്സിലായില്ല. അങ്ങനെ ആൻറ്റിയുടെ ആഗ്രഹം പറയാൻ തുടങ്ങി. ഞാൻ ആകെ ഞെട്ടിപ്പോയി. എങ്കിലും ഞാനത് സമ്മതിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ബാക്കി കഥ ടെലിഗ്രാം ചാനലിലിടാമേ. പ്ലീസ് സബ്സ്ക്രൈബ്.